മറ്റൊരു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ പ്രതിയായ നടനും MLA-യുമായ M. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിചാരണ കോടതി ഇന്നും വാദം കേൾക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സമാന സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളായ ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും സെഷൻസ് കോടതി വാദം കേൾക്കും. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സൈഫുന്നിസ അലിയാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബലാത്സംഗ കേസിൽ ഇന്ന് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിചാരണ കോടതി വാദം കേൾക്കുമെന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ സൈഫുന്നിസ? ഗുഡ് മോർണിംഗ് ശിശിര. ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട നടന്മാരുടെ ജാമ്യാപേക്ഷകളാണ് വിവിധ കോടതികളിൽ ഇന്ന് പരിഗണനയിൽ ഉള്ളത്. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിചാരണ കോടതി ഇന്നും വാദം കേൾക്കും. ഇന്നലെ വാദം കേട്ടിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത്. ഈ സമാന സ്വഭാവമുള്ള കേസായതിനാൽ പ്രതികളായ ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും സെഷൻസ് കോടതി വാദം കേൾക്കുന്നുണ്ട്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. അതായത് ഈ രഹസ്യമൊഴികളടക്കം ഈ നടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകരുത്. അന്വേഷണ ഘട്ടത്തിലാണ്. ഈ സമയത്ത് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് അന്വേഷണത്തെ ബാധിക്കും, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യത. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായതിനാൽ തെളിവുകൾ ലഭിക്കുക പ്രയാസമാണ്. പക്ഷേ ലഭിക്കുന്ന തെളിവുകൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വാദം പൂർത്തിയായാൽ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. മറ്റൊരു കേസുള്ളത് നടൻ സിദ്ദീഖിന്റേതാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സിദ്ദീഖിന്റെ വാദങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പരാതിക്കാരി തനിക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ് ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗം സംബന്ധിച്ച ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാണ് MMA-യുടെ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. ബലാത്സംഗത്തിനിരയായ നടി DGPക്ക് ഇമെയിൽ പരാതി അയച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 27-നാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത്. ചോദ്യം ചെയ്യാനും ഒപ്പം തന്നെ അറസ്റ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുമെന്ന സൂചനകളെ തുടർന്നാണ് സിദ്ദീഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ തന്നെ നടി ഈ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഈ പീഡന ആരോപണം അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇന്ന് രണ്ട് ജാമ്യാപേക്ഷകളും, അതായത് മുകേഷിന്റെ ആണെങ്കിലും മണിയൻപിള്ള രാജുവിന്റെ ഒക്കെ ആണെങ്കിലും വിചാരണ കോടതിയിൽ സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.